കാര്യമല്ലേ, 1/2 മണിക്കൂർ 3 മണിക്കൂറിൻ്റെ വിഷയമല്ലേ. ഞാൻ പറഞ്ഞേ, അപ്പൊ നിങ്ങൾക്ക് നോമ്പില്ല എന്ന് എന്നെ കൊണ്ട് പറയാൻ കഴിയോ? പറയില്ല, ഒരിക്കലും കഴിയില്ല. നിങ്ങൾക്ക് നോമ്പുണ്ട് എന്ന് എന്നെ കൊണ്ട് പറയാൻ കഴിയോ? അത് നിങ്ങൾക്ക് റബ്ബിനെ അറിയാം. എനിക്ക് നോമ്പുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയാം, എനിക്ക് നോമ്പില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും. അതല്ലേ അത്ഭുതം. സുബഹി നിസ്കാരത്തിന് ഉള്ളതിനെക്കാട്ടി 6 ആള് മാരി നിസ്കാരത്തിന് പള്ളിയിൽ എന്ത് ഇല്ലാത്തവരല്ലോ നോമ്പുണ്ടിയിട്ട് വരുന്നത്. തുറക്കനി നമുക്കറിയില്ലേ, അവനിൽ വേണമെങ്കിൽ 3 സമൂസ, നോമ്പുള്ളല്ലോ ഒന്നും. ഇനി ഏതെങ്കിലും ഒരുത്തം 3 സമൂസ കുടിച്ചെങ്കിൽ നോമ്പില്ലാത്തത് വിചാരിച്ചിട്ടുണ്ടാ? ഞാൻ ഉദാഹരണമില്ലേ, ഇങ്ങനെ ബയ്യൊക്കെ മീങ്ങിറില്ല എനിക്ക്, ഞാൻ ഉദാഹരണമില്ല. അല്ല, ആ സമയത്ത് ആള് ഏറാൻ നമുക്ക് എന്തു ചെയ്യാൻ കഴിയോ? നീ അങ്ങനെ വന്ന, നീ എന്തിനു വന്ന, നിനക്ക് നോമ്പില്ലല്ലേ, നമുക്കാണ് ചെല്ലാൻ കഴിയോ? അതുകൊണ്ടാണ് അല്ലാഹു തആല പച്ചക്ക് പറഞ്ഞ മുസ്തഫ നബി തങ്ങൾ പറയുന്നു, അസ്സൗമു ലീ, നോമ്പ് എനിക്കുള്ളതാണ്, അതിൽ നിങ്ങൾ ഇടപെടണ്ട. ബാക്കി എന്തും നിങ്ങൾക്ക് അഭിപ്രായം ചെല്ലാം, വളവളം ചെല്ലാം, അല്ലെങ്കിൽ നിങ്ങൾ അഭിപ്രായം ചെല്ലാൻ വലിയ ഉഷാറുവാണ്. പക്ഷെ നോമ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ മുണ്ടാൻ കഴിയ. അസ്സൗമു ലീ വ അന അജ്സി ബി, അത് എനിക്കുള്ളതാണ്, അത് ഞാൻ വേണ്ട പോലെ കൈകാര്യം ചെയ്തോളൂ. നോമ്പ് എന്നത് ഒരു വെറൈറ്റി അമല. നമ്മളെ ഇസ്ലാം മതത്തിന്റെ മുസ്ലിമീങ്ങൾ ചെയ്യുന്നത് പോലെയുള്ള ഒരു നോമ്പ്, നോക്കുന്നത് പോലെയുള്ള ഒരു നോമ്പ് വേറെ ഒരു മതത്തിലും ഇല്ല. അതേ സമയത്ത് എല്ലാ മതക്കാർക്കും നോമ്പുണ്ട്. നിസ്കാരം മുസ്ലിമീങ്ങൾക്കേ ഉള്ളൂ, ഹജ്ജ് മുസ്ലിങ്ങൾക്കേ ഉള്ളൂ, സക്കാത്ത് മുസ്ലിങ്ങൾക്കേ ഉള്ളൂ, ഷഹാദത്തിന്റെ കലിമ മുസ്ലിങ്ങൾക്കേ ഉള്ളൂ. നോമ്പ് ഹിന്ദുക്കൾക്കും ഉണ്ട്, ക്രിസ്ത്യാനികൾക്കും ഉണ്ട്, ജൈന മതക്കാർക്കുണ്ട്, സിഖ് മതക്കാർക്കുണ്ട്. അതിന്റെ രൂപം ഭാവം ചേഞ്ച് ചെയ്യേണ്ടെന്ന് മാത്രം. നമ്മളെപ്പോലെ തന്നെ നവൈത്തു സോമാദിയൊന്നും ഓറിയൊന്നുമില്ല. നോമ്പുണ്ട്, പക്ഷേ നമ്മളെപ്പോലത്തെ നോമ്പ് ലോകത്താർക്കുമില്ല, ആർക്കുമില്ല. അതാണ് കേരളത്തിന്റെ അറിയപ്പെട്ട കോൺഗ്രസിന്റെ ലീഡർ ടി.എ. പ്രതാപൻ. ഞാൻ രാഷ്ട്രം പറയുന്നതല്ല, ഇങ്ങനെ കോൺഗ്രസ്സുകാർ ചിരിക്കുകയും വേണ്ട, മാർക്സിസ്റ്റുകാർ ബേജാറാവുകയും വേണ്ട. ഞാൻ വിഷയം പറയുന്നത് അത്ര. അയാൾ ഏകദേശം 10-30 കൊല്ലത്തിലേറെയായി വിത്ത് ഫാമിലി റമദാൻ വരുമ്പോൾ നോമ്പ് നോക്കുന്നു. കുറേ ആളുടെ അങ്ങനെ നോമ്പ് നോക്കുന്നവർ ഇഷ്ടം പോലെ. മുസ്ലിമീങ്ങളായ പല ഡോക്ടർമാരും റമദാൻ മാസം വരുമ്പോൾ പട്ടിണി കിടക്കും. ഞങ്ങളിൽ പിന്നെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടല്ല, മറ്റേ സമയത്തെല്ലാം പട്ടിണി കിടക്കാൻ ആർക്കും മനസ്സിലായി. ഇപ്പം നമുക്ക് തന്നെ തിങ്കളാഴ്ച ചൊവ്വാഴ്ച തിങ്കളാഴ്ച വ്യാഴാഴ്ച എല്ലാം നോമ്പിട്ട് ചെല്ലുമ്പോൾ നമുക്ക് നോക്കാൻ ഒരു മനസ്സ് വരുന്ന. റമദാൻ വരുമ്പോൾ അങ്ങനല്ല, എല്ലാവരും ചാടി എണീച്ച് പിടിച്ച് നോക്കിയിട്ടല്ല എൻ്റെ അത് കമ്പനിക്ക് പോകുന്നു സെറ്റായിട്ട് എന്ന പോലെ ഞങ്ങളകത്തെ ഓറും കൂടിയിട്ട് അത്രയും ഇരിക്കട്ട് എല്ലാവരും നോമ്പ് നോക്കുന്നു. അപ്പം നോമ്പിൻ്റെ ഗുണമോണോ എല്ലാവർക്കും അറിയും, ചെറിയ വിഷയമൊന്നും അല്ല. ഇതിൻ്റെ അർത്ഥം ഇപ്പം ഈ നോമ്പ് നല്ലോണം ശ്രദ്ധിക്കണം. 7 വയസ്സായെങ്കിലാണ് കുട്ടികളോട് നോമ്പ് നോക്കാൻ വേണ്ടി പറയേണ്ടി. 10 വയസ്സായെങ്കിൽ കുറച്ച് കടുക്കല പറയണം. അപ്പം എന്താക്കണം, ഇപ്പോൾ 7 മുതൽ 10 വയസ്സിൻ്റെ ഇടയിൽ കിടാക്കലും നോക്കും. കിടാക്ക നോക്കുന്നത് ഒരു പന്തത്തിലാണ്. എന്തേ, അപ്പുറത്ത് ഐസിൻ്റെ കിടാവ് 3 നോമ്പ് ചെല്ലില്ല, അപ്പോൾ എനക്ക് 4 ആക്കണോ, ആഹൃത്തിൽ കൂലി വേണമെങ്കിൽ കിട നോക്കുന്നതല്ല, കിടാവ് പന്തത്തിൽ നോക്കുന്നത്. അപ്പോൾ കിടാവിനത് പന്താണെങ്കിലും അത് ഡേഞ്ചറാണ്. അപ്പോൾ കിടാവിനോട് എന്ത് പറയണോ അറിയാം, ഉച്ചോളം നോക്കിയിട്ട് കിടാവ് എനക്കെന്ത് കൈന്നില്ലുമ്മാൻ ചെല്ലിയിട്ടെങ്കിൽ അപ്പം ചൊല്ലണം, ആയിമ്മ തുറന്നിരുന്നു ചെണ്ടിച്ചോറ് ഉപയോഗിച്ചപ്പോൾ ഒരു 3-3.5 ചെല്ലുന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കിയെങ്കിലേ ഒരു 4-4.5 പോയിട്ട് സാരില്ല. ചെറിയ കിടോ വലിയല്ല, ഇനി വലിയ പോയിട്ട് ഇടക്കൊന്ന് പായുന്നില്ല, അങ്ങടെ മുണ്ടക്കടെ 1.5 ദിവസം പുറക്കണം. നിന്റെ വിഷയമല്ല ഇത്, കിടാൻ്റെ വിഷയം. കാരണം ചൂടങ്ങനെയാണ്, വല്ലാത്ത കാലാവസ്ഥ വ്യതിയാനാണല്ലോ, ക്ലൈമറ്റ് ഫുള്ള് ചേഞ്ച് അല്ലേ. മാത്രമല്ല പണ്ടത്തെ പോലൊന്നും അല്ല. ചെറിയ മക്കൾ നല്ലോണം ശ്രദ്ധിക്കണം, നോമ്പ് കൊടുക്കണം, അവർക്കത് ആദത്താക്കണം, അതിനോട് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാക്കണം, അവരത് ചെയ്യിപ്പിക്കണം. പക്ഷെ അവരെ കൊണ്ടത് ബലാത്കാരമായി മുന്നേ കൊണ്ടുപോകാൻ ചെല്ലാൻ കഴിയാ, ഡേഞ്ചറാണത്. വലിയ വലിയ ഉസ്താദ്മാരും ചൊല്ലിയിട്ടുണ്ട്, ഡോക്ടർമാരും ചൊല്ലിയിട്ടുണ്ട്. ഇന്നത്തെ കാലാവസ്ഥയിൽ പ്രത്യേകിച്ച് ഒരു 5-5:30 മണിയാകുമ്പോൾ കിടാവും എനിക്ക് എന്തും പായുന്നില്ല ചെല്ലിട്ട് കരഞ്ഞെങ്കിലും നിങ്ങൾ ആയത്ര സബർ എടുക്കാൻ ചെല്ലിയത് ഒരു പാട്ടെല്ലാം പാടിയിട്ട് ഒരു നല്ലൊരു വീഡിയോ എല്ലാം ഒന്ന് കാട്ടിയിട്ട് എങ്ങനെ കൊടുക്കുന്നതല്ല സുബൈ ഒരു മോന്തിയോളം മൊബൈൽ ഒരു 1/2 മണിക്കൂർ കൊടുത്തിട്ടു. കാരണം ഇത്ര നേരം സബർ എടുത്തല്ലോ ഇത്ര നേരം നീ ഇങ്ങനെ നോക്കിയല്ലോ എന്നെ ഒരു 1/2 മണിക്കൂറിന് ചോദിച്ചാലും അതൊരു ബേജാറെന്നല്ല. ഇത്ര നേരം നോക്കിയിട്ട് അളക്കുന്നത് ചെല്ലുമ്പോൾ ആയി ഒരു പാട്ട് കേൾക്കണം, ആയി ബാങ്ക് കൊടുത്തു അല്ല സാത്താം. അതേ സമയത്ത് 3-3:30 മണിയാകുമ്പോൾ തുറക്കുന്നില്ലെങ്കിൽ തുറക്കാൻ തന്നെ അവസരം കൊടുക്കും. ചെറിയ കിടാവിനോട് ബെൽത്തിനല്ല, വലിയ കിടാവിന് മുണ്ടയും വേണ്ട, വിഷയാക്കിയും വേണ്ട, വലിയൊരു ചിന്തിക്കേ വേണ്ട, ഇരിക്കട്ടെ, നമ്മളെ വിഷയം അതല്ല. അവ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളോട് പറഞ്ഞു, ഇപ്പൊ ഒരാൾ ഇവിടെ വരും, അയാൾ സ്വർഗത്തിന്റെ ആളാണ്. സഹാബികൾ അത്ഭുതപ്പെട്ടു. കാരണം എന്താ, ഇവരെല്ലാം അതുപോലെ വന്നോറാണ്. വരുമ്പോ റസൂലുള്ള സ്വർഗത്തിന്റെ ആൾ വരുന്നു പറഞ്ഞിട്ടാ
ഒരാൾ മാത്രം വരുമ്പോൾ സ്വർഗത്തിന്റെ ആളാണ്. അതാ സഹാബികൾ ഇങ്ങനെ കാത്തിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഒരു സഹാബി സാധാരണ പരിസരത്ത് കാണാത്തൊരു സഹാബികളോടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടോ കൂടുതൽ മിങ്കിളാവാതെ, കൂടുതൽ ലിങ്കാവാതെ, കോണ്ടാക്ട് ഇല്ലാതെ ജീവിക്കുന്ന ഒരു മരഞ്ചെരുവിൽ താമസിക്കുന്ന ഒരു സഹാബി കയ്യിലതാ ചെരുപ്പ് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ആ സഹാബികളുടെ ഇടയിലേക്ക് വന്നു. അയാൾ അവിടെ ചെരുപ്പ് വെച്ചിട്ട് നേരെ ഒരു സൈഡിൽ വെയിറ്റ് ചെയ്തു. അയാളെ നോക്കിയിട്ട് സഹാബികൾ അജബായി. കാരണം എന്തറിയോ? കാരണം റസൂലുള്ള പറഞ്ഞത് ഇപ്പൊ ഒരാൾ വരുന്നു മാത്രമല്ല പറഞ്ഞത്, അയാൾ സ്വർഗത്തിന്റെ ആളൊന്നും കൂടിയില്ല പറഞ്ഞത്. വരുന്ന ആള് സ്വർഗത്തിന്റെ ആളാണ്. അപ്പൊ പറച്ചിൽ ഭയങ്കര ആയില്ലേ? അത് റസൂലിന്റെ തിരുനാവ് കൊണ്ട് പറഞ്ഞതല്ലേ? അപ്പൊ അയാൾ വിശേഷപ്പെട്ട ആൾ തന്നെയാ. അപ്പൊ സഹാബികൾ അയാളെന്നെ നോക്കിപ്പോയി. നോക്കുമ്പോൾ സഹാബികൾക്ക് എന്നെ ഡൗട്ടായി. എന്തേ? റസൂലുള്ളാഹി തങ്ങൾക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിനാണ്. സ്വർഗത്തിന്റെ ആളെന്ന് പറയാനുള്ള ഒരു യോഗ്യതയും സഹാബികൾക്ക് അയാളിൽ കാണുന്നില്ല. എങ്ങനെ കാണുന്നില്ല? സഹാബികൾ ഇരിക്കുന്നവരാണെങ്കിൽ 5 നേരം നിസ്കാരത്തിന്റെ എല്ലാ ജമാഅത്തിലും നബി തങ്ങളോടൊപ്പം പക്കപ്പനാടെ മദീനത്തെ പള്ളിയിൽ പങ്കെടുക്കുന്നവരാണ്. എല്ലാ യുദ്ധങ്ങളിലും സംബന്ധിച്ചവരാണ്. പരസ്പരം കോണ്ടാക്ട് ഉള്ളവരാണ്, പരിചയമുള്ളവരാണ്. ഹബീബായ നബി തങ്ങളുമായി നിരന്തരം അഭേദ്യമായ ബന്ധമുള്ളവരാണ്. എല്ലാം കൊണ്ട് നബി തങ്ങളോടൊപ്പമാണ്. അവരാണെങ്കിലോ നല്ല ഇബാദത്തിലാണ്, നിസ്കാരത്തിലാണ്. ഈ വന്ന സഹാബിയെ, ഈ പറയപ്പെട്ട സഹാബിയെ അങ്ങനൊന്നും കണ്ടിട്ടേ ഇല്ല, കൂടുതലൊന്നും പള്ളിയിലില്ല. അപ്പൊ നിങ്ങൾ വിചാരിച്ചോണ്ടാ നമ്മളെപ്പോലത്തെ ആളുപാണ്ടും ഉണ്ടായിരുന്നു. അങ്ങനല്ല. അയാൾ പള്ളിക്ക് വരാത്തതിൻ്റെ അല്ലെങ്കിൽ വരുന്നയാള്, പക്ഷെ അയാളെ വീട് കുറെ ദൂരാണ്. അയാൾ ഈ ആൾക്കാരൊക്കെ കൂടുതലൊന്നും മിങ്കിളാന്നില്ല. ഒരു സൈഡ് ഇങ്ങനെ പോയിട്ട് ഒരു ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു മനുഷ്യൻ. ഞാൻ എന്നെ എന്നൊരു ഇതൊന്നും അയാൾക്കില്ല. അയാൾ അങ്ങനെ ജീവിക്കുന്നു. പിറ്റേ ദിവസം റസൂലുള്ള ക്ലാസിന്റെ ഇടയിൽ പറഞ്ഞു, ജന്ന. ഇപ്പൊ ഒരാൾ വരും, അയാൾ സ്വർഗത്തിന്റെ ആളാണ്. അന്നും വന്നത് അയാളെന്റെ. 3-ാമത്തെ ദിവസം റസൂലുള്ള പറഞ്ഞിട്ടാകുമ്പോ അന്നും വന്നത് അയാളെന്നെ. സുബ്ഹാനല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തിരുനാവ് കൊണ്ട് 3 ദിവസവും സ്വർഗത്തിന്റെ ആളാണ് എന്ന് പറയപ്പെട്ട സഹാബിയെ ഒന്ന് പഠിക്കാനും മാതൃകയാക്കാനും, അയാളെ ബയോഡാറ്റ, അയാളെ ഹിസ്റ്ററി, ഇന്നലെ അയാളെ ബാക്ക്ഫയല, അയാളെ ഇബാദത്ത്, അമാല് അതൊന്ന് പഠിക്കണം, ഒന്ന് പകർത്തണമെന്ന് മനസ്സിലാക്കിയിട്ട് അയാളെ വീട്ടിലേക്ക് വിരുന്നുകാരനായിട്ട് പോയി. ആരറിയുമോ? മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. ആ സഹാബി ഈ പറയപ്പെട്ട സഹാബിന്റെ പറക്കോയി. എന്തേ? ഇയാൾ വരുമ്പോഴാണല്ലോ സ്വർഗത്തിന്റെ ആൾ വരുന്ന റസൂലുള്ള പറഞ്ഞത്. അപ്പൊ അത് എന്തുകൊണ്ടാണ് അയാൾ സ്വർഗത്തിന്റെ ആളായത്? എന്താണ് അയാൾക്ക് സ്പെഷ്യലായിട്ടുള്ളത്? എന്ത് വെറൈറ്റി അമലാണ് അയാൾ ചെയ്യുന്നുള്ളത്? അതൊന്ന് അറിയണം, ഒന്ന് പഠിക്കണം എന്ന് മനസ്സിലാക്കിയിട്ട് അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് തങ്ങൾ അയാളെ വീട്ടിലേക്ക് ചെന്നു. ഒരു ദിവസം പാർത്തു, ഒന്നും കണ്ടില്ല. 2-ാമത്തെ ദിവസവും പാർത്തു, ഒന്നും കണ്ടില്ല. 3-ാമത്തെ ദിവസവും പാർത്തു, പക്ഷേ അന്നും അതാ സ്പെഷ്യലായിട്ടൊന്നും കണ്ടില്ല. അതായത് ഇവരെത്രയാണോ നിസ്കരിക്കുന്നത് അത്ര മാത്രം അയാൾ നിസ്കരിക്കുന്നു, എത്രയാണോ ദിക്ർ ചെല്ലുന്നത് അത്ര മാത്രമേ അയാൾ ചെല്ലുന്നുള്ളൂ. രാത്രിയുടെ യാമങ്ങളിൽ പോയ വിരുന്നുകാരനായി പോയ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് തങ്ങൾ നിസ്കരിക്കുമ്പോ അയാൾ വേണമെങ്കിൽ അത്രേ നിസ്കരിക്കുന്നുള്ളൂ. ചിലപ്പോ അതുമില്ല, വർക്കിലാണ്. സുബഹിക്കാണ് ജഡ് സുബഹി നിസ്കരിക്കും, ഏറെ ഒന്നും കണ്ടില്ല. സ്വർഗത്തിന്റെ ആളാണ് എന്ന് പറയുമ്പോ അയാളിൽ എന്തെങ്കിലും ഒരു ഏറെ വേണ്ടേ? ഏറെ ഇല്ലാതെ പറഞ്ഞെങ്കിൽ ഞങ്ങളെ പറ്റിയും പറയാമായിരുന്നല്ലോ. അപ്പൊ അയാൾ അങ്ങനെയല്ല. അയാളിൽ എന്തോ ഏറെയുണ്ട്, അയാളിൽ എന്തോ ഒരു വേറെയുണ്ട്, അയാളിൽ എന്തോ ഒരു പുതുമയുണ്ട്. അതറിയണമെന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ വേണ്ടി പോയ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് തങ്ങൾക്ക് അയാളിൽ നിന്നിട്ട് ഒന്നും പുതിയതായിട്ട് കണ്ടില്ല, പുതിയതായിട്ട് പഠിക്കാൻ കിട്ടിയില്ല, ഏറെ അമലുകളില്ല. 3 ദിവസം കഴിഞ്ഞു. 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ പോണം. വിരുന്ന് എത്ര ദിവസമാണ്? 3 ദിവസം. കണ്ണോക്കും വിരുന്നും 3 ദിവസം. കണ്ണോക്കി മരിച്ചോടൊക്കെ നമ്മൾ പോകുന്നില്ലേ, അത് വലിയ കൂലിയുള്ള കാര്യമാണ്. അവിടെയുള്ള പോക്കും, അവിടെ കുറച്ച് നേരം പിന്നെ സമയം ചെലവഴിക്കലും, അവിടെ ഓതലും, അവിടെ നിസ്കരിക്കലും, അതിന് വേറെ വേറെ കൂലി. ആ പോക്കിന് തന്നെ കൂലിയുണ്ട്. പക്ഷേ
കണ്ണോക്കിന്റെ പോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കൂലിയുള്ള വിഷയം അത് ഓൺലി 3 days, 3. ഇതാടതേക്കോളിൽ ആരോ ഒരാൾ മരിച്ചിന്. അപ്പോൾ ഈ ചങ്ങയ്ക്ക് വരാനായിട്ടില്ല. എന്നെ വിളിച്ചിട്ട് ദിവസം നിങ്ങൾ ഫ്രീ ഉണ്ടാ എന്താ? അല്ല എന്തുമില്ല, നമ്മൾ അയാൾ മരിച്ചിട്ട് ഇന്ന് 9 നാളായല്ലോ, ഞാൻ പോയിട്ടേ ഇല്ല, ഞാൻ കാറ് കൊണ്ടുവരട്ടെ, നിങ്ങൾ വന്നിനെങ്കിലും ഒക്കത്തൊരിക്കൽ കണ്ണോക്കിന് പോയി റാഞ്ഞു 9 കഴിഞ്ഞിട്ട്. 9 കഴിഞ്ഞിട്ട് പോയാൽ നിനക്ക് കൂലിയുണ്ട്. നീ അവിടെ ദ്വാരുന്ന ദുവാക്ക് ഉത്തരവുണ്ട്. അത് അയാൾക്ക് മയ്യത്തിന് ഉപകാരവും പെടും. അവിടെ പോയിട്ട് നീ ഓതന്നെ വേണം, നീ ആ വീട്ടുകാരെ സന്ദർശിക്കണം, നീ അവരെ ആശ്വസിപ്പിക്കണം. പക്ഷെ കണ്ണോക്കിന്റെ കൂലിയില്ല. ബാക്കി എല്ലാ കൂലിയുണ്ട്, കണ്ണോക്കിന്റെ കൂലി 3 ദിവസം. പക്ഷെ കണ്ണോക്കിന്റെ കൂലി അത് ഭയങ്കര. ആ കൂലി എങ്ങാനും ഞാനിപ്പോ ഇവിടെ പറയാൻ നിന്നെങ്കിൽ നിങ്ങൾ അയാളെ പേർക്ക് അയാൾ മരിക്കുന്ന മുന്നേ വായും കണ്ണോക്കിന്. ഇപ്പനെ ഭയങ്കര കൂലിയുണ്ട്. കണ്ണോക്ക് ചെറിയ വിഷയമല്ല. ഞമ്മ പോയിട്ട് ഒരിക്കൽ മയ്യത്ത് ഇങ്ങനെ തുറന്നിട്ട് നോക്കിയിട്ട് ഒരേ പാച്ചളിയാള്ള അല്ലേ, ഫ്രിഡ്ജ് തുറന്നിട്ട് നോക്കിയ പോലെ ഒരിക്കൽ നോക്കിയിരുന്നു. പോയോറുമ്പം നോക്കുന്ന ആണും പെണ്ണും നോക്കുന്ന പറ്റോ പറ്റല അതൊന്നുമില്ല. ഇനി എപ്പോൾ പറ്റിയില്ലെങ്കിൽ മരിച്ചെങ്കിൽ പറ്റും. നല്ല പെണ്ണുങ്ങളെല്ലാടും ഉണ്ടാവും. ഒരു കയറ്റിരി കാട്ടിയിരുന്നു, ഒരു കയറ്റിരി കാട്ടിയിരുന്നു, ഇങ്ങനെ കാണിക്കും. പിന്നെ ആടന്നെ ഒരുത്തിന് വെക്കുകയും ചെയ്യും. അതിന് ഏത്തോനും താത്തോനും. സത്യം പറഞ്ഞാൽ മയ്യത്തിനെ നോക്കുന്നത് സ്വാലിഹീങ്ങളാണെങ്കിൽ മാത്രമേ സുന്നത്തുള്ളൂ, അല്ലെങ്കിൽ മയ്യത്തിനെ നോക്കുന്നത് നല്ല കാര്യമല്ല. അത് അവസാനം ഒരിക്കൽ കണ്ടിരുന്ന അത് ശരി തന്നെ, അത് മനസ്സിൻ്റെ ഒരു ഇമോഷനിലാണ്, തെറ്റല്ല, ഹറാമല്ല. പക്ഷെ ഞമ്മ എന്താക്കുന്നത്, ഞമ്മ ഒരിക്കലും കൂലിയുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലാത്ത, നല്ലതല്ല എന്ന് പറഞ്ഞിട്ടുള്ള അതിനെ മാത്രം നോക്കി അയാളെ വീണ്ടും നോക്കി നേരെ പോയി. ആടെ ഓതിയന് കൂലിയുണ്ടെന്ന് പറഞ്ഞാൽ അത് ഓതിയിട്ട, ആടെ കുറച്ചു നേരം ഇരുന്നാ കൂലിയുണ്ടെന്ന് പറഞ്ഞാൽ ഇരുന്നിട്ട, ആടെ ഒരു യാസീന് അത് പിന്നെ ഓൻ ശിർക്കും കുർക്കും അല്ല ആക്കും, ഓൻ ആക്കും ബാക്കിയൊന്നുമില്ല. സുന്നത്തില്ല എന്ന് പറഞ്ഞത് ഞങ്ങൾ ഇങ്ങനെ ഏറ്റിട്ട് നോക്കിയിട്ട് പോയി. എന്നെ ആരെങ്കിലും ബാക്കിയുണ്ടാ ഉസ്താമാരി കേട്ടോക്ക് അതിന്റെ കാര്യം കൂടുതൽ പറഞ്ഞല്ലോ. ഞമ്മ അനുവദിച്ചതും സുന്നത്തായതും പ്രോത്സാഹിപ്പിച്ചതും ഞമ്മ ചെയ്തില്ല. പാടില്ല, കൂലിയില്ല, നല്ലതല്ല എന്ന് പറഞ്ഞിട്ടുള്ളതല്ല ഞമ്മ ചെയ്തു. നോമ്പ് തുറക്കുമ്പോ ഏറ്റവും നല്ലത് എന്തേ? നിങ്ങൾ നോമ്പ് തുറന്നിട്ടേന്ന്. നോമ്പ് തുറക്കുന്ന നേരത്ത് ഫസ്റ്റ് ഞമ്മ എന്ത് കഴിച്ചിട്ടാ തുറക്കണ്ടേ? ഈത്തപ്പഴം, പിന്നെ വെള്ളം, ഇങ്ങനെയല്ലേ അല്ലേ? നമ്മളെ കഴിക്കാതെ പോന്നു ഫസ്റ്റ് സമൂസ തന്നെ പോ. ഹറാമല്ല, കറാത്തല്ല, പക്ഷെ സുന്നത്ത് വേറെ. ഞമ്മ അതിന് പോയിട്ടാ ഞമ്മ സമൂസ 2 തിന്നിട്ട് പിന്നെ ഒരു റോളിന് പിന്നെ നേരെ കൈ പോയിനെ പച്ചങ്ങക്ക്. 4ാമത്തെ പോക്കാണ് പച്ചവെള്ളം അല്ലെങ്കിൽ ഈത്തപ്പഴം. അത് തേടി കിട്ടിയത് ബൈ അടിയിലുണ്ടായി. അതിനെ വെച്ചിന് തന്നെ അടിയിൽ, അത് മേലെ വെക്കേണ്ടിയത്. ഈത്തപ്പഴം മേലെ വെക്കേണ്ടി, അത് ബയ്യ നോക്കുമ്പോൾ അടിയിലുണ്ട്, തിന്നോ, 4ാമത് തിന്നോ. സുന്നത്താണ് എന്ന് പറഞ്ഞതില്ല. അതേ സമയത്ത് തെറ്റല്ല, സമൂസ ഒന്നും തെറ്റല്ല. കോട്ടിലൊന്നും ജാഗ്രത ആക്കിയെങ്കിലോ അത്ര വേറെ തെറ്റൊന്നുമില്ല. തെറ്റെന്നല്ല പറഞ്ഞു. ഇസ്ലാമിന് അത് അനുവദനീയമായ കാര്യങ്ങൾ, സുന്നത്തായ കാര്യങ്ങൾ, കൂലിയുള്ള വിഷയങ്ങൾ എന്ന് പറഞ്ഞത് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നില്ല. അല്ലാത്തതെല്ലാം ഇഷ്ടം പോലെ. ഈ 3 ദിവസം കണ്ണോക്ക് 3 ദിവസമാണ് ഇവിടെ വിരുന്നു, അങ്ങനെ 3 ദിവസം. ഇനിയിപ്പോ സ്കൂളെല്ലാം ലീവായി കിടാക്കൊക്കെ നോമ്പാനെ കൊണ്ട് പെങ്ങളും കിടാക്കളൊന്നും വന്നിട്ട് അവർക്ക് ഇനിയിപ്പോ പെരുന്നാവും കാക്കുന്നായിട്ടുണ്ടാവും. ആ സാരല്ല, പെരുന്നെല്ലാം കഴിഞ്ഞതിന് ശേഷം വരും. വരണോ പോണോ എല്ലാം നല്ലത് തന്നെ. അങ്ങനെ വന്നോറു 3 നിൽക്കാം. അതായത് 3 ദിവസക്കാലം നീ എപ്പോൾ പോന്നെ എന്ന് ചോദിക്കാനുള്ള റൈറ്റ്സ് എനിക്കില്ല. എനിക്ക് ചോദിക്കാൻ പാടില്ല. 3 ദിവസക്കാലം നിങ്ങൾ എപ്പോൾ പോന്നേ ചോദിക്കാൻ പാടില്ല. കാരണം എന്താ, വന്ന വിരുന്നുകാരന് 3 ദിവസം വരെ പാർക്കാനുള്ള അലൗഡുണ്ടോ? ഉസ്താദേ, ഈ 4 പെങ്ങന്മാറും 3 ആങ്ങളമാറും ഒരു 9 കിടാക്കും 3 പാർത്തെങ്കിൽ അതവരും നോക്കണോ? പിണറായിൻ്റെ അരി എത്ര ഇപ്പൊ? കാർഡ് AP അല്ല, BP അല്ല, അത് വരുന്നവരും നോക്കണോ? അല്ലാണ്ട് ലീവല്ലേ 3 ബിരുന്നല്ല അടുപ്പ് ചാരവായി പറ്റുന്നു. അല്ല, ആലോചിക്കേണ്ട വിഷയമാണത്. ഇരിക്കട്ടെ, ഈ സഹാബി 3 ദിവസം പഠിക്കാൻ ചെന്നു. സത്യത്തിൽ അയാൾ
ഞാൻ വിരുന്നുകാരനായിട്ടാണ് വന്നത്. പക്ഷേ വിരുന്നുകാരനായിട്ട് പോയതല്ല. അയാളൊന്ന് പഠിക്കണോ? ഹബീബായ നബി തങ്ങള് അവിടുത്തെ തിരുനാവ് കൊണ്ട് സ്വർഗത്തിന്റെ ആളാണെന്ന് പറയപ്പെട്ട മഹൽ വ്യക്തിയാണ്, വലിയ ഭാഗ്യവാനാണ്. അയാളിൽ എന്തോ ഒരു പുതുമയാർന്ന അമലുണ്ട്, എന്തോ ഒരു വിശേഷപ്പെട്ട ഒരു കാര്യമുണ്ട്. അതൊന്ന് പഠിച്ചെടുത്താൽ, ഒന്ന് പകർത്തിയെടുത്താൽ, ഒന്ന് കോപ്പി അടിച്ചാൽ ഞങ്ങളെ പറ്റും റസൂലുള്ള സ്വർഗത്തിന്റെ ആള് എന്ന് പറയുമല്ല. അതറിയാനും അത് മനസ്സിലാക്കാനും അത് പറയിപ്പിക്കാനും അത് പഠിക്കാനുമാണ് ഈ സഹാബി അവിടെ ചെന്നത്. വിരുന്നുകാരനാണ് എന്ന കോലത്തില് 3 ദിവസം കഴിഞ്ഞ പാടയാളോട് യാത്ര ചോദിച്ചിട്ട് പറഞ്ഞു, അല്ല ഞാനിവിടെ വിരുന്നുകാരനായിട്ടാണ് എന്നർത്ഥത്തിൽ വന്നെങ്കിലും സത്യത്തിൽ ഞാൻ വിരുന്നുണ്ണണം എന്നർത്ഥത്തിൽ വന്നതല്ല. നിങ്ങളെ മന്തിയും നിങ്ങളെ ഷവർമയും കാത്തിട്ട് ഞാൻ വന്നതല്ല. സത്യം പറയട്ടെ, ഞാൻ വന്നത് നിങ്ങളെ പറ്റി പഠിക്കാനാണ്. നിങ്ങളിലുള്ള ചിലതൊക്കെ എനിക്ക് പകർത്താനുമാണ്. എന്തറിയാമോ? നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്ലാസ് കേൾക്കാൻ പൊന്നാര നബി തങ്ങളെ ക്ലാസ്സിലേക്ക് വരുമ്പോ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അതായ ആള് സ്വർഗത്തിന്റെ ആളാണ്. ആ വരുന്ന മനുഷ്യന് സ്വർഗത്തിന്റെ ആളാണ് എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. 1 ദിവസമല്ല 3 ദിവസം. ആ 3 ദിവസം പറഞ്ഞപ്പോഴും വന്നത് നിങ്ങൾ തന്നെയാണ്. അപ്പൊ നിങ്ങൾ സ്വർഗത്തിന്റെ ആളാണ്. ഞങ്ങൾ വിചാരിച്ച പോലല്ല. അപ്പൊ നിങ്ങളിൽ എന്തോ ഒന്നുണ്ടോ ഞങ്ങളിലില്ലാത്ത ഒന്ന്. തിരിഞ്ഞിട്ടേ ഓരോരുത്തരുടെ ഇരുത്തം കാണുമ്പോ എനക്ക് വേറെ കത്തും അല്ലേ? നോമ്പ് എല്ലാവർക്കും ഒരു ക്ഷീണം തന്നെയാണ്. പക്ഷെ നിങ്ങൾ നല്ലോണം ഡബിൾ നോമ്പ് നോക്കിനാ വരും തന്നെ. പിന്നൊന്നുണ്ട്, ഈ പണിയെടുക്കുന്നവന് വച്ചലില്ല, മുണ്ടാണ്ടിരിക്കുന്നവനാണ് വച്ചല്. അതറിയല്ലേ? ആ പ്രസവിക്കുന്ന എനക്ക് വെച്ചാല നല്ലോണം പേർക്കുന്നുണ്ടാവും, ഉള്ള ചോര എല്ലാം തണ്ണിയായിട്ട് പോയി. എന്നാലും ക്ഷീണം ഉണ്ടാവല്ല. നിങ്ങളെ ഉന്മേഷവും റാഹത്തും ഇരുത്തവും കാണുമ്പോൾ നമുക്കതെല്ലാം മറക്കണം. അതേ സമയത്ത് ഇരുന്നിട്ട് ഇങ്ങനെ കേൾക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ക്ഷീണവും ഉണ്ടാവും, കൂടുതൽ വച്ചലും ഉണ്ടാവും. പണിയെടുക്കുന്നവന് വെച്ചാലില്ല. ഇങ്ങനെ നോക്കിയാലാ നമ്മളുടെ കമ്പൗണ്ട് കെട്ടാനാ, അവിടെ മുറ്റത്തുള്ള മണ്ണലോ പൂയോ പിന്നെ പൊയ്യയോ എടുത്തിട്ട് അങ്ങോട്ട് വെക്കാനാ, അല്ലെങ്കിൽ തെങ്ങിൻ്റെ മുറട്ട് കിളക്കാനാ, ഏതെങ്കിലും ഒരു ബയ്യാനെ ഒരു കൗണ്ടനെ ഒരു പണിക്കാരനെ കൊണ്ട് നമ്മൾ കൊണ്ടുവരും ചെല്ലും. 6-5 തെങ്ങുണ്ട്, അതിനെല്ലാം സൈഡാക്കണോ, കല്ലെല്ലാം ആടെ സൈഡ് വെക്കണോ, എല്ലാം കൊണ്ട് നോക്കാനും നിൽക്കും. ആരി കൊണ്ടുവന്ന പറക്കണം. അതിന്റെ ഓണർ മാലിക്ക അവൻ നോക്കാനും നിൽക്കും. അവൻ പണിയെടുക്കുന്നതില്ലേ, അവൻ പണിയെടുത്തോണ്ടും ഉണ്ടാവും. അവൻ നോക്കിയിട്ട് 10 ഉള്ളൊക്കെ പോയല്ലേ, അവൻ നോക്കിയിട്ട് വെച്ച്. അവൻ പണിയെടുത്തിട്ട് വെച്ചിട്ടില്ല, അവൻ പണിയെടുത്തോണ്ടല്ലോ. അവൻ 3 തെങ്ങും പുറത്തിളക്കി 4 തെങ്ങ് ബാക്കിയുണ്ട്. അവൻ ചന്തത്തിലെടുത്തോണ്ടല്ലോ. നോക്കിയിട്ട് ഓന് വെച്ച്. അവൻ നേരം ഉള്ളൊക്കെ നീ ഏടാ ചന്തത്തിൽ ആകല്ലേ പറവക്കാ വരാവോ. അത് മുണ്ടടിക്കുന്നതാണ് പച്ചളയാറ്. അത് സാരില്ല, അള്ളാഹു താല ഞങ്ങൾ കബൂലാക്കട്ടെ. അവൻ നിങ്ങൾ എന്തോ ഒരു പുതുമയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഈ പഠിക്കാൻ വേണ്ടി പോയ സഹാബി അയാൾ ചോദിച്ചു, എന്താണത്? നിങ്ങൾക്ക് പറഞ്ഞു. നിങ്ങളെ കൂടെ ഞാൻ രാത്രി പാർത്തു, നിങ്ങളെ കൂടെ ഞാൻ ഉറങ്ങി, പക്ഷേ എനിക്ക് രാത്രികളിൽ ഒന്നും നിങ്ങളൊന്നും കണ്ടില്ല. സാധാരണയുള്ള അതേ ഇബാദത്ത് അത് ഞാനും ചെയ്യുന്നുണ്ട്. പകലുകളിൽ ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചോ, നിങ്ങളെ ഫോളോ ചെയ്തോ, നിങ്ങളെ ഞാൻ എല്ലാം കൊണ്ടുവന്ന് സ്കാനിങ് നടത്തി. പക്ഷേ നിങ്ങളിൽ ഞാൻ പകലിലും ഏറെ കണ്ടില്ല. ഞാൻ ചെയ്യുന്നതേ നിങ്ങൾ ചെയ്യുന്നുള്ളൂ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം ഞാനും ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് നിങ്ങളിൽ ഏറെയുള്ളത്? അതൊന്നും എനിക്ക് പറഞ്ഞു തരുമോ എന്നാ സഹാബിയോട് ചോദിച്ച നേരത്ത് ആ സഹാബിയതാ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് തങ്ങളോട് പറഞ്ഞ മറുപടി, സുബ്ഹാനല്ലാഹ്, എനിക്കങ്ങനെ പറയാനൊന്നുമില്ല. നിങ്ങളൊക്കെ വലിയ വലിയ മനുഷ്യന്മാരാണ്. നിങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് നല്ല ബന്ധമുള്ളവരാണ്. നബി തങ്ങളെ കൂടെ എപ്പോഴും ചേർന്ന് നിൽക്കുന്നവരാണ്. എന്നെക്കാളേറെ നബി തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണ്. നിങ്ങൾ എത്ര വലിയവരാണ്. ഞാനാരുമല്ല. നിങ്ങൾ എന്നെ പേടിച്ച് എത്രയോ വലിയവരാണ്, മഹാന്മാരാണ്, മഹത്തുക്കളാണ്. ഹബീബായ നബി തങ്ങളുമായിട്ട് നല്ല ബന്ധമുള്ളവരാണ്. എന്നെക്കാളേറെ ഇൽമുള്ളവരാണ്, ഇബാദത്തുള്ളവരാണ്. ഇത് പറഞ്ഞപ്പോ ആ സഹാബി വന്ന ആള്, ഏതായാലും ഞാൻ പോന്നു ഇൻഷാ അല്ലാഹ്, ദുആയ്ക്ക് നിങ്ങളെ ദുആയിലൊക്കെ ഞങ്ങൾ ഇരുന്നോട്ട് എന്നും പറഞ്ഞിട്ട് അയാൾ പോകുമ്പോ ഈ സഹാബി, ഈ വീട്ടുകാരനായ സഹാബി അയാൾ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ എൻ്റെ എന്ത് ഏറെയില്ല, നിങ്ങളെത്ര പോലും എൻ്റെ ഇല്ല, അമലൊന്നും എൻ്റെ ഏറെയില്ല. പക്ഷെ ഒന്നുണ്ട്, അത് ഞാൻ നെഞ്ചത്തെ കൈവച്ചിട്ട് ധൈര്യത്തിൽ ചെല്ലും, ഏടും ചെല്ലും. ആ ഒന്ന് എൻ്റെ ഉണ്ട്. എന്തത്?
ഇന്നി ലാ അജിദു ഫീ നഫ്സി ഇശ്ശൻ വലാ ഹസദൻ അലാ അഹദിൻ മിനൽ മുസ്ലിമീൻ. എനിക്ക് ഒരാളോടും പകയില്ല, എനിക്ക് ഒരാളോടും അസൂയ നഞ്ചിയില്ല, എല്ലാവരും നല്ലവരാണ്. ഇതാണ് എൻ്റെ കൽബിന്റെ ചിന്ത. ഇത് ക്ലിയറായ ചിന്ത. എല്ലാവരും നല്ലവരാണ്, അവരൊക്കെ വലിയവരാണ്, എനിക്കാരോടും പകയില്ല, വിദ്വേഷമില്ല, വൈരാഗ്യമില്ല. ഇത് പറഞ്ഞപ്പോ ആ സഹാബിയാളോട് പറഞ്ഞെന്തറിയോ? ഹുവദാക്ക, നിങ്ങളെ മാനസിക ചിന്തയാണ് നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിച്ചത്. കുറെ നിസ്കാരമല്ല, കുറെ നിസ്കാര തടമ്പല്ല, കുറെ നോമ്പല്ല, കുറെ സിയാറത്തല്ല. ആ ക്ലിയറായ ശുദ്ധമായ ഹൃദയം, അത് ക്ലിയറാണ്. അതിൻ്റെ ഉള്ളിൽ പക, വിദ്വേഷം, അരിസം ഒന്നും പാടില്ല. മുഖത്തൊരു പുഞ്ചിരിയും കൽബിന്റെ അകത്ത് നല്ല ക്ലിയറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിലാണ്. മുഖത്തൊരു പുഞ്ചിരിയും പോണം. അപ്പോൾ അതൊരു മുമ്മിന്റെ ലക്ഷണമാണ്. ചില മനുഷ്യന്മാരെ വീട് കണ്ടെങ്കിൽ തണ്ടിൽ വീണ അടക്ക പോലെ എപ്പോൾ നോക്കി ഇങ്ങനെ കറുത്തിട്ട് ഒരു ചിരിയില്ല. അല്ലേ കാണുമ്പോൾ നീ എന്തിനു വന്നിട്ടെന്നാണ്. നീ ഇങ്ങനെ കളകളായി ചിരിക്കേണ്ട. നിന്റെ 30 പല്ലിനെല്ലാം കാട്ടി അങ്ങനെ ഇരിക്കണമെന്നില്ല. വജുഹും വലിയ പ്രസന്നതയാർന്ന മുഖം. ഹബീബായ റസൂലുള്ള പറഞ്ഞെന്തറിഞ്ഞ, നിങ്ങൾക്ക് 100 രൂപ കൊടുത്ത കൂലി കിട്ടണോ, 1000 കൊടുത്ത കൂലി കിട്ടണോ, 500 കൊടുത്ത കൂലി കിട്ടണോ, 10,000 കൊടുത്ത കൂലി കിട്ടണോ, അതൊക്കെ സദക്കയാണല്ലോ. ആ കൂലി നിങ്ങൾക്ക് കിട്ടണ, 1 ഉറുപ്പ പോലും കൊടുക്കാതെ അവരനെ കാണുമ്പോ മനസ്സ് തുറന്നിട്ടൊന്ന് പുഞ്ചിരിച്ചോ, നിനക്കത് സ്വതക്കയാണ്. ഖാല റസൂലുള്ളാഹ്. മറ്റുള്ളവനെ നോക്കിയിട്ട് പുഞ്ചിരിക്കല് അത്തബസ്സുമു സ്വതക്ക, ദാനധർമ്മ സ്വതക്കയാണ്. 500 കൊടുക്കൽ സ്വതക്കയാണ്. ഇവിടെയുള്ള ബക്കറ്റിലേക്ക് പണം നിക്ഷേപിക്കൽ സ്വതക്കയാണ്. സലാത്തിന്റെ മജ്ലിസിൽ സംഭാവന കൊടുക്കൽ സ്വതക്കയാണ്. പാവപ്പെട്ടവനെ കൊടുക്കൽ സ്വതക്കയാണ്, അല്ലേ? എന്നാൽ അതുപോലത്തെ ഒരു ദാനമായി, ധർമ്മമായി, സ്വതക്കയായി, വലിയൊരു അമലായി മുത്തുനബി തങ്ങൾ പരിചയപ്പെടുത്തിയ ഒന്ന് എന്തറിയാ? കീസൊക്കെ കയറ്റി കൊടുക്കണ്ട, ആധാർ കാർഡിന്റെ കോപ്പി പോലും വേണ്ട, ഒന്നും വേണ്ട. അവനെ നോക്കിയിട്ടൊന്ന് പുഞ്ചിരിക്കുക, സ്വതക്കയാണ്. അതെപ്പോഴും മുഖത്ത് പോകണം. അത് ആ മുഖത്തുള്ള പുഞ്ചിരി, അത് കൽബിന്റെ അകത്ത് വഞ്ചനയില്ലാത്തവനിൽ നിന്നിട്ട് വരുന്ന ഒരു ലക്ഷണമാണ്. കൽബിന്റെ അകത്ത് ഒരു ഇങ്ങനെ ഒരു മറ്റുള്ളവനെ പറ്റി ചെറുതായിട്ട് കാണുന്ന ഒരു ചിന്താഗതി അതുണ്ടെങ്കിൽ അവന്റെ മുഖത്ത് പുഞ്ചിരി വരാല്ല. മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന് പറഞ്ഞു കേട്ടിട്ടേ. മുഖം മനസ്സിന്റെ കണ്ണാടിയാ. ഈ മനസ്സിന്റെ മുഖത്തിൽ തെളിയോ? അവ നിന്റെ മുഖത്ത് പുഞ്ചിരിയുണ്ട്, നിന്റെ മുഖത്ത് നല്ല മന്ദസ്മിതമുണ്ട്, നിന്റെ മുഖത്ത് നല്ല പിന്നെ ഓജസ് ഉണ്ട്, തേജസ് ഉണ്ട് എന്നാണെങ്കിൽ അത് നിന്റെ മനസ്സിന്റെയും കൂടി അടയാളമാണ്. നിന്റെ മനസ്സ് ക്ലിയറാണ്. കാരണം എന്താ? ഈ മനസ്സിന്റെ കണ്ണാടിയാണ് മുഖം. എടുത്തതെല്ലാം മുഖത്തിൽ കാണും. ഇത് ബന്ധമീടാണെങ്കിൽ നിന്റെ കണ്ണും കൽബും അങ്ങനെ നടത്തും. നിന്റെ കൽബ് ശരിയില്ല. അതാ റസൂലുള്ള പറഞ്ഞ ഇത് ക്ലിയറായ 300 ഗ്രാം അതെങ്ങാനും ക്ലിയറായ 81 കിലോ ക്ലിയറായി. ഫിസിക്കലി ഓർ മെന്റലി എങ്ങനെ അർത്ഥം വെച്ചെങ്കിൽ മോശമില്ല. ഇന്ന ഫിൽ ജസദി മുളഅ എന്നുള്ള ഹദീസിന് നിങ്ങൾ ഏത് കോലത്തിൽ അർത്ഥം വെച്ചാലും അത് രണ്ടും അവിടെ സമമാണ്. മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. അത് ക്ലിയർ ആവണം. ഹാർട്ട് നർത്ഥം വെച്ചെങ്ങുമാവും, ഹൃദയ നർത്ഥം വെച്ചെങ്ങുമാവും, മനസ്സ് നർത്ഥം വെച്ചെങ്ങുമാവും, ഡോക്ടർമാരുടെ ഭാഷയിലുള്ള ഹാർട്ട് നർത്ഥം വെച്ചെങ്ങുമാവും, വേണ്ട സൂഫിയാക്കള കിതാബിലുള്ള ഹാർട്ട് നർത്ഥം വെച്ചെങ്ങുമാവും. എങ്ങനെ അർത്ഥം വെച്ചെങ്ങും മോശമില്ല. അത് ക്ലിയർ ആയെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ ക്ലിയറാണ്. അവിടെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ എല്ലാം പോയി. അവിടെ പൊട്ടുണ്ട തറക്തുൽ ഹസദ ബഖൈതുൽ ജസദ. അവിടെ ആ ജീമിന്റെ അടിയിലുള്ള പൊട്ടുണ്ടെങ്കിൽ അതാണ് ഹസദ്. ആ പൊട്ടാണ് ഹസദ്. ആ ഹസദാകുന്ന പൊട്ടുണ്ടെങ്കിൽ ജസദ് പോയി, തടി പോയി. അപ്പൊ ഇത് ക്ലിയറാണ്. മനസ്സ് തുറന്നിട്ട് എപ്പോഴും ചിരിക്കണം. ആരോടും പക വേണ്ട, അരസം വേണ്ട, എല്ലാവർക്കും ദുആരക്കണം. മഹാന്മാരായ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിന്നെ ഔലിയാക്കന്മാരിൽപ്പെട്ട അബുദാലിങ്ങളിൽ അല്ലെങ്കിൽ വലിയ മഹാന്മാരുടെ ദർജകളിൽ, പദവികളിൽ അല്ലാഹു തആല പെടുത്തണോ
നിന്നെ ഔലിയാക്കന്മാരെ കൂട്ടത്തിലല്ല, ഔലിയാക്കന്മാരെ കൂട്ടത്തിലും കുറച്ച് കാരം കൂടിയോ അതിൽ നിന്നെ ചേർക്കണം നിനക്ക് ആശ ഉണ്ടെങ്കിൽ നീ ആ മഹാബലേശ്വര കുന്നൊന്നും കയറാൻ പോണ്ട. നീ എപ്പോഴും ഈ ഒരു ദുആ മതി. ഏത്? അല്ലാഹുമ്മ അസ്ലിഹ് ഉമ്മത മുഹമ്മദീൻ, അല്ലാഹു